ഈ ചൂടുകാലത്തെ ഇതുപോലൊക്കെ ഒരു കറിയില്ലെങ്കിലേ വലിയ പാടാണോ ചോറ് കഴിക്കാനേ. പിന്നെ ഒരുപാട് നേരം അടുക്കളയിൽ നിന്നിങ്ങനെ കഷ്ടപ്പെടാൻ വേണ്ട, പെട്ടെന്ന് പണി കഴിയുകയും ചെയ്യും. അതിന് ഒരു ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്തിട്ട് കുറച്ച് കടുകിട്ടൊന്ന് പൊട്ടിച്ചിട്ട് കുറച്ച് കപ്പലണ്ടി കൂടെ ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്തിട്ട് ഇനി ഒരു സവാള ഒന്ന് നീളത്തിലരിഞ്ഞ് അതും കൂടെ ചേർത്തൊന്ന് വഴറ്റിയെടുത്തിട്ട് ഇനി അതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്തിട്ട് കൂടെ ഒരു ചെറിയ ബീട്രൂട്ടും കൂടെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അതൊന്ന് വഴറ്റിയെടുത്തിട്ട് ഇനി അതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് വീണ്ടും അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയിട്ട് ഒരല്പം വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഒതുക്കി ഒന്ന് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഇതൊന്ന് വെന്ത് വരുമ്പോഴേക്കുവേ ഇതുപോലെ ഇരിക്കും. ഇതുപോലെ ഒന്ന് വെന്ത് സോഫ്റ്റായി വന്നത് നമ്മുടെ ബീട്രൂട്ടിലോട്ട് ഇനി നമുക്കൊരു മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കൂടെ ചേർക്കാനുണ്ട്. അതിന് മുന്നേ ഫ്ലെയിം അങ്ങ് ഓഫ് ആക്കിയേക്കണേ, മറക്കല്ലേ. അപ്പം ഞാൻ കട്ടകളൊക്കെ ഉടച്ച് നല്ല കട്ട തൈര് നോക്കി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിലുള്ള ഉപ്പും കൂടെ ചേർക്കാം. പിന്നെ നല്ല പുളിപ്പ് കുറഞ്ഞ തൈര് തന്നെ എടുത്താൽ അത്രയ്ക്ക് നല്ലത് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആക്കി എടുത്താൽ നമ്മുടെ പൊളി കറി ഇവിടെ റെഡി ആയതോ. പെട്ടെന്ന് കഴിഞ്ഞില്ലേ, വളരെ എളുപ്പം കഴിയും, എന്നാൽ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടോ ഇതുപോലെ? ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണോ.